ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ഇപ്പൊ നമ്മള് LDCയുടെ ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിവിഷൻ ആണ്. LDCയുടെ ക്ലാസ്സസിന്റെ റിവിഷൻ ക്ലാസ്സസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ജോഗ്രഫിയിലെ ബേസിക് ആയിട്ടുള്ള ബേസിക് ഫാക്ട്സ് ആണ്. ബേസിക് ഫാക്ട്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ജോഗ്രഫിയുടെ നമ്മുടെ ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. റിവിഷൻ ആണ്, ക്വിക്ക് റിവിഷൻ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അതൊന്നുകൂടെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോവാന്നുള്ളത്. അപ്പൊ ഇതില് നിങ്ങൾ പഠിച്ചത് കൂടാതെ എക്സ്ട്രാ പോയിന്റ്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമാണ് നോക്കുന്നത് അല്ലെ. ഇവിടെ ചെറിയൊരു പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ. ഭൂമധ്യരേഖ, 0° ഭൂമധ്യരേഖ സാങ്കല്പിക രേഖയാണ്. അത് എന്താണ്, ഭൂഗോളത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും. അതേപോലെ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും കാണാനുണ്ട്. ഇതാണ് രേഖാംശ രേഖകൾ അല്ലെ. ഇനി ഭൂമധ്യരേഖയുടെ പ്രത്യേകത എന്താണ്? ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഇതാണ് ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖ, അതാണ് ഭൂമധ്യരേഖയാണ്. ഇനി നമ്മള് ഇന്ത്യയുടെ സ്ഥാനമാണ് നോക്കുന്നത്. ഇന്ത്യ എവിടെയാണ് നോക്കുന്നത്? എവിടെയാണ്? 8°4' 37°6' ഇടയിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം ശരിക്ക് നോക്കി വെക്കുക, പോയിന്റ് നോട്ട് ചെയ്യുക. 8°4' 37°6' അല്ലെ, ഉത്തര അക്ഷാംശത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ഇന്ത്യ എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്കൊരു ആ സ്ഥാനം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ വരച്ചു പഠിക്കുക. അപ്പൊ നമുക്കൊരു ഏകദേശം ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് രേഖാംശ രേഖകളാണ്. രേഖാംശ രേഖകൾ നോക്കാം. 0° രേഖാംശ രേഖയെ പ്രൈം മെറീഡിയൻ അഥവാ ഗ്രീനിഷ് രേഖ എന്ന് പറയുന്നത്. ഈ ഗ്രീനിഷ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പൊ അതിലൂടെ കടന്നതാണ് ഗ്രീനിഷ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഭൂഗോളത്തെ വിഭജിക്കുന്നത്. കണ്ടോ, കിഴക്ക് പടിഞ്ഞാറായിട്ട് എന്താ രേഖാംശ രേഖ കണ്ടോ. ഈ നമ്മുടെ ഇന്ത്യയുടെ ഭാഗം വരച്ചിട്ടുള്ളത് കിഴക്കും, ഇപ്പുറത്തെ ഭാഗം എന്താണ് പടിഞ്ഞാറായിട്ട് രേഖാംശ രേഖ ഭൂഗോളത്തെ തിരിക്കുന്നത്. മറ്റേത് എന്താണ്, നമ്മുടെ ഭൂമധ്യരേഖ തിരിക്കുന്നത് ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോ ഗ്രീനിച്ചിന് കിഴക്കായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം. പൂർവ്വ രേഖാംശത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. അതായത് 68°7' 97°2.5' ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക എവിടെയാണ് ഇന്ത്യ എന്നുള്ളത്. ഓക്കെ, രേഖാംശ രേഖയില് ഇന്ത്യ എവിടെയാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ചില കോഡ്സും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിൽ കൂടി ഭൂമധ്യരേഖ പോകുന്നില്ല. ആ ഭൂമധ്യരേഖയുടെ പ്രത്യേകത കണ്ടല്ലോ, നിങ്ങൾ പിക്ചർ കണ്ടല്ലോ അല്ലെ. ഇന്ത്യയിൽ കൂടി എന്ത് ചെയ്യുന്നില്ല, ഭൂമധ്യരേഖ പോകുന്നില്ല. ഭൂമധ്യരേഖ മുകളിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിക്കുന്നത്. ഇന്ത്യയിലൂടെ ഒരു അക്ഷാംശ രേഖ കടന്നു പോകുന്നുണ്ട്. അത് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് അറിയപ്പെടുക. ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5° നോർത്തിലാണ് ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. ഇങ്ങനെ 8 സംസ്ഥാനങ്ങളിലാണ് എന്ത് കടന്നു പോകുന്നത്, നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നത് 8 സംസ്ഥാനങ്ങളിലൂടെ. ഇവിടെ ജസ്റ്റ് കണ്ടോ നിങ്ങൾ സ്പെല്ലിങ്സ്, ജസ്റ്റ് മിസ് ഒരു കോഡ് പോലെ എഴുതി വെച്ചതാണ്. GRMP എന്താണ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ദെൻ CJWB എന്താണ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്. ദെൻ TM ത്രിപുര, മിസോറാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ കേട്ടോ. നമ്മള് ചിലപ്പോ ആ ഒരു വലിയ പേര് പഠിക്കുന്നതും GRM, CJW, TM അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഇതിലൊരു 3 സംസ്ഥാനവും തന്നിട്ടുണ്ടാവും, ഇതിലില്ലാത്ത ഒരു സംസ്ഥാനവും തന്നിട്ടുണ്ടാവും അല്ലെ. നമുക്ക് പറയാലോ
ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തന്നിട്ട് ഒറീസ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം പോകുന്ന 8 സംസ്ഥാനങ്ങളും നമ്മൾ മനസ്സിലാക്കിയേക്കണം. പടിഞ്ഞാറ് ആദ്യം പോകുന്നത് ഗുജറാത്തിലൂടെയാണ്. പിന്നെ കിഴക്ക് അവസാനം എത്തുന്നത് മിസോറാമാണ്. നമ്മൾ ആ ഒരു മാപ്പിൽ ഇന്ത്യൻ മാപ്പ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറം അവരുടെ സ്ഥാനം നോക്കിയാൽ മതി. അപ്പൊ പടിഞ്ഞാറിൽ ആദ്യം ഗുജറാത്താണ്, കിഴക്കിൽ അവസാനം മിസോറാമാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് നോക്കേണ്ടത് 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു പറഞ്ഞു. ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് നോക്കണം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഉത്തരായന ഏറ്റവും കൂടുതൽ ദൂരം ഉത്തരായന കടന്നു പോകുന്ന സംസ്ഥാനം ഏത്? അതേപോലെ ഉത്തരായന രേഖയ്ക്ക് അടുത്ത തലസ്ഥാന നഗരം ഏത്? അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഭാഗത്ത് വരാൻ സാധ്യതയുള്ളതാണ്. റിവൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ 8 സംസ്ഥാനങ്ങള്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം. അതിൽ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് മധ്യപ്രദേശ് ആണ്. ഏറ്റവും ആദ്യം പടിഞ്ഞാറിൽ ആദ്യം ഗുജറാത്താണ്, കിഴക്കിൽ അവസാനം നമ്മുടെ മിസോറാമാണ്. ഓക്കെ, ഇനി ഉത്തരായന രേഖയ്ക്ക് അടുത്ത തലസ്ഥാന നഗരം ഏതാണ്? റാഞ്ചി ക്യാപിറ്റൽ ഓഫ് ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റലായ റാഞ്ചിയാണ് ഉത്തരായനയ്ക്ക് അടുത്ത തലസ്ഥാന നഗരം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമുക്ക് നോക്കുന്നത് നമ്മള് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിൽ പറയുന്നത് ഗ്രീനിച്ച് കിഴക്ക് അലഹബാദ് രേഖാംശമാണ്. 82.5 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്. ഏതാണ്? ഗ്രീനിച്ച് കിഴക്ക് അലഹബാദ് രേഖാംശമാണ് ഇന്ത്യൻ ടൈം നിർണ്ണയിക്കുന്ന രേഖാംശം എന്ന് പറയുന്നത്. 82.5 പൂർവ്വ രേഖാംശമാണ് ഇന്ത്യൻ ടൈം നിർണ്ണയിക്കുന്നത്. ഇത് കടന്നു പോകുന്ന, അതായത് ഈ 82.5 പൂർവ്വ രേഖാംശം അഥവാ അലഹബാദ് രേഖാംശം കടന്നു പോകുന്ന പട്ടണമാണ് മിർസാപൂർ. ചോദിക്കാൻ നല്ലോണം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നന്നായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, കടന്നു പോകുന്ന പട്ടണം എന്ന് പറയുന്നത് മിർസാപൂർ ആണ്. 2 രേഖാംശ രേഖകൾ തമ്മിൽ 1 ഡിഗ്രി ആയാൽ, അതായത് നമ്മൾ നോക്കുക 2 രേഖാംശ രേഖകൾ വരയ്ക്കുമ്പോൾ അതിൽ ഇവ തമ്മിൽ ഇടയിലുള്ള വ്യത്യാസം 1 ഡിഗ്രി ആണെങ്കിൽ അത് 4 മിനിറ്റ് വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. 15 ഡിഗ്രി ആണെങ്കിൽ അത് 60 മിനിറ്റ് വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ചോദിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് കിഴക്ക് അലഹബാദ് രേഖാംശം ഇന്ത്യൻ ടൈം നിർണ്ണയിക്കുന്നുണ്ട്. കടന്നു പോകുന്ന പട്ടണം എന്ന് പറയുന്നത് മിർസാപൂർ ആണ്. 2 രേഖാംശ രേഖകൾ തമ്മിൽ 1 ഡിഗ്രി വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ 4 മിനിറ്റ് വ്യത്യാസം അനുഭവപ്പെടും. അതേപോലെ 15 ഡിഗ്രി ആണെങ്കിൽ 60 മിനിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ ഒരു നമ്മുടെ പൂർവ്വ രേഖാംശം 82 പൂർവ്വ രേഖാംശം 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് കടന്നു പോകുന്നത് ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഓക്കെ, 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇനി ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. 5 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇനി ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, കിട്ടിയില്ലേ? ഇനി നമ്മള് രേഖാംശ രേഖയുടെ സമയ വ്യത്യാസം ഒന്നുകൂടെ നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് സമയം, അതായത് രേഖാംശം സമയ വ്യത്യാസമാണ് കാണിക്കുന്നത്. സമയ വ്യത്യാസമാണ് രേഖാംശം കാണിക്കുന്നത്. 1 ഡിഗ്രി ആണെങ്കിൽ 4 മിനിറ്റ് ആണ്. പക്ഷെ അക്ഷാംശ രേഖ എന്താ കാണിക്കുന്നത്? സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ്. എന്താണ്? സ്ഥലങ്ങൾ തമ്മിലുള്ള അകലമാണ്. അങ്ങനെയാണെങ്കിൽ 2 രേഖാംശങ്ങൾക്കിടയിൽ 1 ഡിഗ്രി ആണെങ്കിൽ അകലം 111 കിലോമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു 2 രേഖാംശങ്ങൾക്കിടയിൽ 1 ഡിഗ്രി വ്യത്യാസം ആയാൽ, 1 ഡിഗ്രി വ്യത്യാസമായാൽ അതെന്താണ്? 4 മിനിറ്റ് വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ 2 അക്ഷാംശങ്ങൾ തമ്മിൽ 1 ഡിഗ്രി ആണെങ്കിൽ എത്രയാണ് അവിടെ? സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? 111 കിലോമീറ്റർ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഭൂഗോളത്തിൽ എവിടെയാണ് അല്ലെ രാജ്യങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നിർണ്ണയിക്കാന്.
എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഏതൊക്കെ? അക്ഷാംശവും രേഖാംശവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഗ്രീനിച്ച് അല്ലെ. 82 ഡിഗ്രി കിഴക്ക് മാറിയിട്ടാണെങ്കിൽ 5.5 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടും. ഓക്കെ, അത് സമയം നോക്കുക. ഗ്രീനിച്ചിന് 82 ഡിഗ്രി കിഴക്ക് മാറിയാണെങ്കിൽ 5.5 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടും. 15 ഡിഗ്രി മാറിയിട്ടാണെങ്കിൽ 1 മണിക്കൂർ വ്യത്യാസപ്പെടും. 75 ഡിഗ്രി മാറിയിട്ടാണെങ്കിലോ 5 മണിക്കൂർ വ്യത്യാസപ്പെടും. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ എന്താ പറയുന്നത്? ഈ വ്യത്യാസങ്ങൾ മണിക്കൂർ എത്ര വ്യത്യാസം എന്നുള്ളത് ആ ഒരു ഡിഗ്രിയുടെ ഇത് വെച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് രേഖാംശം എന്ന് പറയുന്നത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്ഷാംശം എന്ന് പറയുന്നത് സ്ഥലങ്ങൾ തമ്മിലുള്ള അകലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ ഭൂഗോളത്തിൽ രാജ്യങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഗ്രീനിച്ചിന് 82 കിഴക്ക് മാറിയിട്ടാണെങ്കിൽ 5.5 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. 15 ഡിഗ്രി ആണെങ്കിലോ 1 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. 75 ഡിഗ്രി ആണെങ്കിലോ 5 മണിക്കൂർ വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്? അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഗ്രീൻ സമയം എത്തുന്ന 5.5 മണിക്കൂർ വ്യത്യാസം അനുഭവപ്പെടുന്നെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ അതിർത്തികളെ നോക്കാം അല്ലെ, ഏതൊക്കെയാണ് നോക്കാം. ഇന്ത്യയുടെ വടക്കേ അറ്റം, ഇന്ത്യയുടെ എന്താണ് വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാകോളാണ്. ഇൻ ലഡാക്ക്, ലഡാക്കിലെ ഇന്ദിരാകോളാണ് എന്ത് വടക്കേ അറ്റം. ഇന്ത്യയുടെ തെക്കേ അറ്റം അഥവാ കരഭാഗം, മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. കന്യാകുമാരി തമിഴ്നാടാണ്. നെക്സ്റ്റ്, സമുദ്രഭാഗം ഉൾപ്പെട്ടിട്ടാണെങ്കിൽ ഇന്ദിര പോയിന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങള്, വടക്കേ അറ്റം ഇന്ദിരാകോളാണ്, നമ്മൾ ലഡാക്കിലാണെന്ന് പറഞ്ഞു. ഇനി കരഭാഗമാണെങ്കിൽ കന്യാകുമാരി തമിഴ്നാടാണ്. ഇതിൽ സമുദ്രഭാഗം കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ദിര പോയിന്റ് ആണ്. ഇത് മൂന്നും മാറിപ്പോവാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇനി കിഴക്കേ അറ്റം കിബത്തു, കിഴക്കേ അറ്റം കിബുത്തു അരുണാചൽ പ്രദേശ്, കിഴക്കേ അറ്റം കിബുത്തു അരുണാചൽ പ്രദേശ്. ഇനി പടിഞ്ഞാറേ അറ്റം എന്താണ്? ഗുവാർ മോട്ടി ഗുജറാത്ത്. പടിഞ്ഞാറേ അറ്റം എന്താണ്? ഗുവാർ മോട്ടി ഗുജറാത്ത്. ഓക്കെ, ഇനി തെക്കേ സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം, അത് തമിഴ്നാടാണ്. വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് ആണ്. കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് ആണ്. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ദെൻ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? പറയൂ, ഏതാണ് പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം? ഏതാണ്? ഗുജറാത്ത് ആണ് അല്ലെ. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഓക്കെ, ഇനി വടക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. വടക്കേ അറ്റത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സും അവരുടെ കര അതിർത്തികളും കാര്യങ്ങളുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കടലുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് അഥവാ കടൽ തീരമുള്ളവ ഏതൊക്കെയാണ് ചോദിച്ചത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇത്രയും സംസ്ഥാനങ്ങളിലാണ് കടലുള്ളത്. അതായത് കടൽ തീരമുള്ളവ 9 സംസ്ഥാനങ്ങളാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒറീസ, പശ്ചിമ ബംഗാൾ. ഇതിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഏതാണ്? ഗുജറാത്ത്. മക്കളെ, ഇതെല്ലാം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. ഓക്കെ, നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലില്ലാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി തെലുങ്കാന സംസ്ഥാനം, കടൽ തീരമില്ലാത്ത സംസ്ഥാനം ഏതാണ്? തെലുങ്കാന. തെലുങ്കാനയിൽ സമുദ്ര തീരമേ ഇല്ല. നെക്സ്റ്റ്, ഇനി കടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. കടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി, പുതുശ്ശേരി അഥവാ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്. ഓക്കെ, ഇനി കൂടുതൽ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്?
ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ. ഏതാണ്? ആൻഡമാൻ. ഗുജറാത്തിനേക്കാൾ കടൽ തീരം ഏതിനുണ്ട്? ആൻഡമാനുണ്ട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. മുമ്പത് ആന്ധ്രാപ്രദേശ് ആയിരുന്നു, ഇപ്പോഴും തമിഴ്നാടായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളുടെ 3 കാര്യങ്ങൾ, നല്ല കൺഫ്യൂഷൻ വരുന്ന 3 കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആണ്. പക്ഷെ ഗുജറാത്തിനേക്കാൾ കൂടുതൽ ഏതിനുണ്ട്? ആൻഡമാൻ ഉണ്ട്. ഇനി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇത് ക്ലിയർ? കിട്ടിയോ? എന്താ ഇനി നമുക്ക് പഠിക്കണം, എന്താണ് തീരശോഷണം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. തീരശോഷണം എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും കൂടുതൽ തീരശോഷണം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ അഥവാ വെസ്റ്റ് ബംഗാൾ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? കിട്ടിയില്ല എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ വിസ്തീർണം, നീളം, അങ്ങനെ ആ ജനസംഖ്യയുടെ കാര്യങ്ങൾ അതൊക്കെയാണ് നോക്കുന്നത്. വിസ്തീർണം എന്ന് പറഞ്ഞാല് എത്രയാ നോക്കിക്ക, എത്ര ചതുരശ്ര കിലോമീറ്ററാ പറയുന്നത്? പറയൂ. 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. അതേപോലെ ലോകത്തിന്റെ കരഭാഗത്തിൽ 2.4% ഇന്ത്യയിലാണ്. ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണക്കെടുപ്പിൽ ജനസംഖ്യ ഉള്ളത് ഇന്ത്യയാണ്. അപ്പൊ അപ്ഡേറ്റ് ആയിട്ട് പഠിക്കുക, അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പഠിക്കുക. കുറെ മുന്നേ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? നീളമാണ് പറയുന്നത്. ഓരോ തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ആ നീളങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. തെക്ക് നമ്മൾ പറഞ്ഞത്, തെക്കേറ്റുള്ള സംസ്ഥാനം ഏതാ പറഞ്ഞത്? സ്ഥലം ഏതാ പറഞ്ഞത്? കന്യാകുമാരി ആണ്. നെക്സ്റ്റ് വടക്കേറ്റത്തുള്ളത് പോയിന്റ് ഏതാണ്? ഇന്ദിരാക്കോളാണ്. അപ്പൊ കന്യാകുമാരി ടു ഇന്ദിരാക്കോള് 3214 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട്. നെക്സ്റ്റ് പടിഞ്ഞാറ് നമ്മുടെ ഗുവാർ മോത്തി ടു കിബുത്തു, കിഴക്ക് കിബുത്തു. കിഴക്ക് നമ്മൾ മാറിപ്പോവില്ല കേട്ടോ, കിബുത്തു കിഴക്ക് അങ്ങനെ ആലോചിക്കാം. അതുപോലെ പടിഞ്ഞാറ് ഗുവാർ മോത്തി, ആ ഒരു ഞാത്ത ആ ഒക്കെ ഒരു കണക്ഷൻ വെച്ച് കൂടി പഠിക്കാം. 2933 കിലോമീറ്റർ ആണ് വ്യത്യാസമുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു, വിസ്തീർണം പറഞ്ഞു, ലോകത്തിന്റെ കരഭാഗത്തിൽ 2.4% ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. തെക്കു വടക്ക് ഏതൊക്കെയാണ്? കന്യാകുമാരി ടു ഇന്ദിരാക്കോള് 3214 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറ് ടു കിഴക്ക് അതായത് ഗുവാർ മോത്തി ടു കിബുത്തു 2933 കിലോമീറ്റർ ആണ്. ഇത് ക്ലിയർ? കിട്ടിയ എല്ലാവർക്കും? ഇനി നമുക്ക് അതിർത്തികളും സമുദ്ര അതിർത്തികളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഇനി നമുക്ക് കര അതിർത്തി നോക്കാം. എന്താണ് കര അതിർത്തി? എന്താ നോക്കാനുള്ളത്? കര അതിർത്തി 17,200 കിലോമീറ്റർ ആണ് ഉള്ളത്. നെക്സ്റ്റ് സമുദ്ര അതിർത്തി എന്ന് പറയുന്നത് 7,516 ആണ്. ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. 8 സ്റ്റേറ്റ്സുമായിട്ടാണ്. 8 സ്റ്റേറ്റ്സുമായിട്ടും ഒരു കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് നമ്മുടെ ഉത്തർപ്രദേശ്. അതിർത്തി പങ്കിടുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ സംസ്ഥാനം അല്ലെ, നമ്മളിപ്പോ നമ്മുടെ തമിഴ്നാട് ഒക്കെ പറയുന്ന പോലെ, തമിഴ്നാടും കാര്യങ്ങളും പറയുന്ന പോലെ ഉത്തർപ്രദേശിന്റെ ചുറ്റുമുള്ള 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് അവര് അതിർത്തി പങ്കിടുന്നത്. കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയും ഉണ്ട്. ഓക്കെ, കേന്ദ്രപ്രദേശം ഏതാണ്? ഡൽഹി, ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത്. ഇനി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? സിക്കിം, ബംഗാൾ അഥവാ മേഘാലയ, ആസാം. സിക്കിമും ബംഗാളും ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നതാണ് കേട്ടോ. സിക്കിമാണ്, ബംഗാളിനെ മാത്രമാണ്, അതുപോലെ മേഘാലയാണ്, ആസാമിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അതിർത്തി പങ്ക്. അതൊക്കെ മാപ്പ് വെച്ചിട്ട് പഠിക്കാം. മാപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ പിടികിട്ടപ്പോ ഇങ്ങനെ നമുക്ക് ഒരുപാട് വായിച്ച് ബൈഹാർട്ട് ചെയ്തേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അതിർത്തി നോക്കാം അല്ലെ. 9 അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതിൽ കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. സമുദ്രാതിർത്തി പങ്കിടുന്നത് 2 രാജ്യങ്ങളാണ്. അപ്പൊ കര അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. എന്തൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. നെക്സ്റ്റ് സമുദ്രാതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാലിദ്വീപും ശ്രീലങ്കയും. ഏതാണ്? മാലിദ്വീപും ശ്രീലങ്കയുമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ. ഇനി നമ്മൾക്ക് 28 സ്റ്റേറ്റ്സ് ഉണ്ട്. 16 സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ജമ്മു കാശ്മീരും ലഡാക്കും എന്ത് ചെയ്യുന്നുണ്ട്? അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്.
ഇനി ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയും അതെന്താണ്? പശ്ചിമ ബംഗാൾ ആലോചിക്കുക. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തിയുള്ളത് പശ്ചിമ ബംഗാളാണ്. എക്സ്ക്യൂസ് മീ. ഇന്ത്യയുമായി കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇവിടെ ആകെ കൺഫ്യൂഷൻ ഉള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി എന്താണ്? ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുമായി കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത്, ഇന്ത്യയുമായിട്ട് കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണ്. ഏറ്റവും നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചൈനയാണ്. ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 106 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. 106 കിലോമീറ്ററിലുള്ള ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയിലെ കര അതിർത്തിയുള്ള ചെറിയ രാജ്യം ഭൂട്ടാനാണ്. അതായത് കര അതിർത്തിയുള്ള ചെറിയ രാജ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളിൽ ചെറുത് ഭൂട്ടാനാണ്. ഓക്കെ. ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഓക്കെ. ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപാണ്. ഇവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുമായി കൂടുതൽ ദൂരം കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണ്. ഏറ്റവും വലിയ അയൽരാജ്യം ചൈനയാണ്. ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്, 106 കിലോമീറ്റർ. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കര അതിർത്തി, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാള്, കുറവ് അഫ്ഗാനിസ്ഥാൻ, 106 കിലോമീറ്റർ ആണ്. ഇന്ത്യ കര അതിർത്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ പശ്ചിമ ബംഗാളും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത് കൂടുതൽ ബംഗ്ലാദേശും കുറവ് ഭൂട്ടാനും ആണ്. അപ്പൊ ഈ പോയിന്റ്സ് ആലോചിച്ച് വെക്കുക. നമ്മളിപ്പോ അയൽ രാജ്യങ്ങളെ പറഞ്ഞു, അതിർത്തികൾ പറഞ്ഞു, അയൽ രാജ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ. അയൽ രാജ്യവും കാര്യങ്ങളും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതിർത്തിയായിട്ടല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണെന്ന് പറഞ്ഞു. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞു. ഇന്ത്യയുമായി ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള ചെറിയ രാജ്യം ഭൂട്ടാനാണെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അതിർത്തി രേഖകളാണ്. ഓക്കെ. എന്താണ്? അതിർത്തി രേഖകളാണ്. എന്തൊക്കെയാണ്? റാഡ്ക്ലിഫ് ലൈൻ. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റാഡ്ക്ലിഫ് ലൈൻ ആണ്. എന്താണ് റാഡ്ക്ലിഫ് ലൈനിന്റെ പ്രത്യേകത? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ്. റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. എന്താണ്? പാക് അധീന കാശ്മീർ എന്ന് വെച്ചാൽ കാശ്മീർ കൈയടക്കിയ ഇന്ത്യൻ പ്രദേശങ്ങളാണ്. പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ സ്ഥലങ്ങള് കാശ്മീർ കൈയടക്കിയ പ്രദേശങ്ങളാണ്. ലൈൻ ഓഫ് കൺട്രോൾ, പാക് അധീന കാശ്മീർ ലൈൻ ഓഫ് കൺട്രോൾ കശ്മീർ ഭാഗത്താണ്. ഓക്കെ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, 3 സംസ്ഥാനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ്. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഉണ്ട് കേട്ടോ. റാഡ്ക്ലിഫ് ലൈൻ നമ്മൾ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. പാക് അധീന കാശ്മീർ ലൈൻ ഓഫ് കൺട്രോൾ കശ്മീരിന്റെ ഭാഗത്താണ്. കശ്മീർ കൈയടക്കിയ പ്രദേശങ്ങളാണ് പാക് അധീന കാശ്മീർ. കൂടുതൽ ദൂരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ്. അതിർത്തി പങ്കിടുന്ന 3 സംസ്ഥാനങ്ങള് ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് ആണ്. 3 ജമ്മു കാശ്മീർ, ലഡാക്ക് ആണ്. ജമ്മു കാശ്മീർ, ലഡാക്ക്. ഓക്കെ. അങ്ങനെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡൂറന്റ് രേഖയാണ്. ഡൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ്. ഡൂറന്റ് രേഖ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി 106 കിലോമീറ്റർ മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. ലഡാക്കിലാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് മക്മോഹൻ രേഖയാണ്. ഇന്ത്യ ചൈന അതിർത്തിയും. ചൈനയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ് ചൈന. ഓക്കെ. ഇനി ഇന്ത്യയും ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് ചൈന ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തിയുള്ള പ്രദേശം ലഡാക്കാണ്. ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തിയുള്ള പ്രദേശം എന്ന് പറയുന്നത് ലഡാക്ക് ആണ്.
ചൈനയുമായി കൂടുതൽ ദൂരം അതിർത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മക്മോഹൻ രേഖ എന്ന് പറഞ്ഞ ഇന്ത്യ ചൈന അതിർത്തിയാണ്. ചൈന ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തിയുള്ള പ്രദേശം ലഡാക്ക് ആണ്. ചൈനയുമായി കൂടുതൽ ദൂരം അതിർത്തിയിടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. 4 സംസ്ഥാനങ്ങളും ലഡാക്കുമാണ് പങ്കുവെക്കുന്നത്. 4 സംസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. ITBP എന്താണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്ന് പറയുന്നത് അതിർത്തി സംരക്ഷണ സേനയാണ്. ചൈനീസ് ബോർഡറിലുള്ള അതിർത്തി സംരക്ഷണ സേനയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഓക്കെ, നെക്സ്റ്റ് BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളാണ് ഈ BSF ഉള്ളത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ഇവർ. നെക്സ്റ്റ് നേപ്പാൾ. എന്താണ്? ഇന്ത്യ നേപ്പാൾ നമ്മുടെ കാളി നദിയാണ് അവിടെ അതിർത്തി ആയിട്ടുള്ളത്. നേപ്പാളുമായിട്ട് അതിർത്തിയുമായുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്, നേപ്പാളുമായിട്ട് അതിർത്തിയുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ബീഹാർ ആണ്. 5 സ്റ്റേറ്റ്സ് ഉത്തരാപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. എന്താണ്? ഉത്തർപ്രദേശിന് 5 സ്റ്റേറ്റ്സ് ആണ് നേപ്പാളുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത്. ഉത്തർപ്രദേശ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, നെക്സ്റ്റ് എന്താ? ബീഹാർ ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, സിക്കിം ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചല്ലോ അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതിന്റെ ബാക്കിയാണ്. എന്തൊക്കെയാണ്? ഓക്കെ, സിക്കിമിന്റെ 3 അയൽ രാജ്യങ്ങൾ എന്തൊക്കെയാണ്? അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ചൈന. ഏതൊക്കെയാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ചൈന. സിക്കിമിൻ സംസ്ഥാനം രൂപം കൊണ്ടത് 1975 മെയ് 16-നാണ്. ഇനി ഭൂട്ടാൻ, ഇതുമായി കര അതിർത്തി ഏറ്റവും കുറവ് പങ്കിടുന്നത് ഭൂട്ടാനാണ്. 4 സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നത് അസമുമായിട്ടാണ്. ദോക്ല ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൈന, ഭൂട്ടാൻ, ഇന്ത്യ. ഓക്കെ, ദോക്ല എന്ന് പറഞ്ഞാൽ ട്രൈ ജംഗ്ഷൻ ആണ്. ചൈന, ഭൂട്ടാൻ, ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മ്യാൻമർ. മ്യാൻമർ എന്താ? ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ബാക്കിയുള്ള 4 സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഇന്ത്യയും മ്യാൻമറും സ്വാഭാവിക അതിർത്തി പങ്കിടുന്ന ഇന്ത്യയും മ്യാൻമറും സ്വാഭാവിക അതിർത്തി പട്കായി പർവ്വതനിരകളാണ്. ഏതാണ്? പട്കായി പർവ്വതനിരകളാണ് ഇന്ത്യ മ്യാൻമറുമായിട്ടുള്ള സ്വാഭാവിക അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? ബംഗ്ലാദേശ് ആണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതാണ് ബംഗ്ലാദേശ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനം ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാളാണ്. ബാക്കിയുള്ള 5 സ്റ്റേറ്റ്സ് ആണ്. പശ്ചിമ ബംഗാൾ കൂടുതൽ ദൂരം, അസം, മേഘാലയ, മിസോറാം, ത്രിപുര. ബംഗ്ലാദേശിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന പോലത്തെ സംസ്ഥാനമാണ്. ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ്. ബംഗ്ലാദേശിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ത്രിപുരയാണ്. അത് കൂടാതെ പശ്ചിമ ബംഗാൾ, അസം, മേഘാലയ, മിസോറാം ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മാലിദ്വീപ് ആണ്. മാലിദ്വീപ് എന്താണ്? സമുദ്ര അതിർത്തി പങ്കുവെക്കുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷദ്വീപ് ഏറ്റവും ചെറിയ അയൽരാജ്യം. സമൂഹത്തിനടുത്ത് നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കില്ല? മാലിദ്വീപ് ആണ്. സമുദ്ര അതിർത്തി പങ്കുവെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷദ്വീപ് ഉണ്ട്. ഏറ്റവും ചെറിയ അയൽരാജ്യം. ദ്വീപ് സമൂഹത്തിനടുത്ത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? ഭൂട്ടാന് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്നുണ്ടെന്ന് പറഞ്ഞു. 4 സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. നെക്സ്റ്റ് ദോക്ല. ഇനി മ്യാൻമർ പഴയ പേര് ബർമയാണ്. 1937 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയിട്ടുള്ള വടക്ക് കിഴക്കുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ബാക്കി നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. ഓക്കെ, ഇന്ത്യയും മ്യാൻമറുമായിട്ട് സ്വാഭാവിക അതിർത്തി പട്കായി പർവ്വതനിരയാണ്. ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്.
ഏറ്റവും കൂടുതൽ ദൂരം പശ്ചിമ ബംഗാളാണ്. ബംഗ്ലാദേശിന്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന സംസ്ഥാനം നമ്മുടെ ബംഗ്ലാദേശ് തന്നെയാണ്. നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാനുള്ളത് നോക്കാം. ക്വിക്ക് റിവിഷൻ ആണ്. ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. പറയുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഇതാക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് മിനിക്കോയ്, ലക്ഷദ്വീപ് സമൂഹമാണ് മിനിക്കോയ്. അതും കൂടി നോക്കാം. അടുത്താണ്, മാലദ്വീപിന്റെ അടുത്താണ്. മിനിക്കോയ് മാലദ്വീപ് അല്ലെ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ് അവയെ വേർതിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് ലക്ഷദ്വീപും തെക്ക് കിഴക്ക് ആൻഡമാന്, അടുത്തുള്ളത് മ്യാൻമർ ആണ്. ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് ഇന്ത്യൻ സമുദ്രത്തില് എന്തുണ്ട്? ഇന്തോനേഷ്യ. ആൻഡമാൻ ദ്വീപ സമൂഹത്തിനടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത് ഇന്തോനേഷ്യയാണ്. നെക്സ്റ്റ് ശ്രീലങ്ക സമുദ്ര അതിർത്തി പങ്കുവെക്കുന്നു. പാക് കടലെടുക്ക് ശ്രീലങ്കയും ഇന്ത്യയുമായിട്ടാണ്. ഇടയിലുള്ള ഉൾക്കടൽ മാന്നാർ ഉൾക്കടൽ എന്നറിയപ്പെടുന്നു. പിന്നെന്താ പറയുന്നത്? ആദംസ് ബ്രിഡ്ജ് അഥവാ രാമസേതു ഇന്ത്യ ശ്രീലങ്കയുടെ ഇടയിലാണ്. ആദംസ് ബ്രിഡ്ജ് അഥവാ രാമസേതു. ധനുഷ്കോടി തലൈമന്നാർ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ധനുഷ്കോടിയും തലൈമന്നാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് രാമസേതു പാലം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഓക്കെ. 2014 ജൂൺ ആന്ധ്രാപ്രദേശിലെ എന്തൊക്കെ സീമാൻഡോ തെലങ്കാന ഭരണകേന്ദ്ര തലസ്ഥാനം എന്ന് പറയുന്നു അല്ലെ. അതൊക്കെയാണ് ഭരണകേന്ദ്രങ്ങളുടെ തലസ്ഥാനം. സീമാൻഡോ തെലങ്കാനയാണ്. രാജ്യത്തിന്റെ മൊത്തം ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരം ഡൽഹിയാണ്. അടുത്തൊരു പോയിന്റ് ആണ്. രാജ്യത്തിന്റെ മൊത്തം ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാനുള്ള ഡിവിഷൻ നോക്കിക്കൊണ്ടിരിക്കാം. ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്ന് പറഞ്ഞാല് ചെറിയൊരു ഭാഗമാണ്. അത് നോക്കുക എത്രത്തോളം ആ ഒരു റിവിഷൻ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി ഭൂമിശാസ്ത്ര സവിശേഷതകൾ കഴിഞ്ഞ് ബേസിക് ഫാക്ട്സ് ഒക്കെ കഴിഞ്ഞു. ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സും അയൽ രാജ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഭൂമിശാസ്ത്ര സവിശേഷതകളാണ്. എന്താ പറയുന്നത്? ഭൂമിശാസ്ത്ര സവിശേഷതകളാണ് നമുക്ക് നോക്കാനുള്ളത്. 900 മീറ്റർ മുകളിലാണ് മൗണ്ടെയിൻ ആയിട്ട്. അതേപോലെ 900 to 600 ഹില്ലാണ്. 60 to 300 എന്താണ്? പീഠഭൂമിയാണ്. നെക്സ്റ്റ് 4 ഭൂപ്രകൃതിയാണുള്ളത്. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, താർ മരുഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശം, ദ്വീപുകൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ഭാഗങ്ങൾ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് 3 ഭാഗവും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ചെറിയൊരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഉത്തരപർവ്വത മേഖല എവിടെയെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം എവിടെയാണെന്നുണ്ട്, താർ മരുഭൂമി എവിടെയാണെന്നുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി എവിടെയാണെന്നുണ്ട്. നെക്സ്റ്റ് തീരപ്രദേശങ്ങള് അല്ലെ, തീരപ്രദേശങ്ങള് ലക്ഷദ്വീപ് എവിടെയെന്ന് കണ്ടു, കിഴക്ക് ആൻഡമാൻ ആണെന്ന് കണ്ടു. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഓരോ സവിശേഷതകളാണ്. ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തര പർവ്വത മേഖല. ഓക്കെ. ഉത്തര പർവ്വത മേഖല അതായത് വടക്കേ ഭാഗത്തെ പർവ്വത നിരകളാണ്. ട്രാൻസ് ഹിമാലയ പർവ്വതം, കിഴക്കൻ മലനിരകൾ. എന്നുവെച്ചാല് വടക്കേ ഭാഗത്തെ പർവ്വത നിരയാണ് ട്രാൻസ് ഹിമാലയ പർവ്വതം, കിഴക്കൻ മലനിരകൾ. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിര എന്ന് പറയുന്നത് ഹിമാലയമാണ്. നെക്സ്റ്റ് ഉത്തരപർവ്വത മേഖലയിലെ 3 വടക്കേ ഭാഗത്തെ പർവ്വത നിരകളെ 3ആയിട്ടാണ്. ട്രാൻസ് ഹിമാലയ പർവ്വതം, കിഴക്കൻ മലനിരകൾ. ഓക്കെ. ലോകത്തിലെ തന്നെ ഉയരമേറിയ പർവ്വത നിര ഏതാണ്? ഹിമാലയമാണ്. നെക്സ്റ്റ് അനേക നദികൾ ഉത്ഭവിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇവയൊക്കെ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. ഇനി സമതലം എന്താന്ന് നോക്കാം. വിശാലമായതും നിരപ്പായതുമായിട്ടുള്ള ഭൂപ്രദേശമാണ് സമതലങ്ങള്. എന്തൊക്കെ പറയുന്നത്? ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് സമതലമുണ്ട്. നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് സമതലം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സമതലം ഉണ്ടാകുക?
നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചാണ് സമതലം ഉണ്ടാകുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലങ്ങൾ ഗോതമ്പ്, നെല്ല്, ചോളം എന്നിവയൊക്കെ കൃഷി ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് സമതലമാണ്. നോട്ട് പോയിന്റ് നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സമതലത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് മാറണമെന്ന് ആ ഒരു ബ്രഹ്മപുത്ര, ഗോതമ്പ്, നെല്ല്, ചോളം, കരിമ്പ് ഇവയൊക്കെ ഇതാക്കിയിട്ടുണ്ടെന്ന് സമതലങ്ങളില്. ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന് പറയുന്നത് സമതലങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മരുഭൂമി നോക്കാം. എന്തൊക്കെയാണ് അവിടെ പ്രത്യേകത? മരുഭൂമിയുടെ വീശിയടിക്കുന്ന കാറ്റുണ്ടായിരിക്കും, കൊടുങ്കാറ്റുണ്ടായിരിക്കും, കൊടും ചൂടുണ്ടായിരിക്കും, മണൽക്കൂനകളൊക്കെ ഇതായിട്ടുണ്ടായിരുന്ന സവിശേഷതകള്. വടക്ക് പടിഞ്ഞാറ് രാജസ്ഥാനിലാണ് ഥാർ മരുഭൂമി, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നോക്കുന്നത് പീഠഭൂമികൾ, പ്ലാറ്റ്യൂ. ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കാൾ ഉയർന്ന മുകൾ ഭാഗം നിരപ്പുന്നതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികള്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. അത് കൂടാതെ ചോട്ടാ നാഗ്പൂർ, അങ്ങനെ കുറച്ച് പ്ലാറ്റ്യൂസ് കൂടി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? നമ്മളെ കാലാവസ്ഥ അല്ലെ? അല്ല, നമ്മളിപ്പോ ഏതാ പറഞ്ഞത്? പീഠഭൂമികളല്ലേ നമ്മൾ പറഞ്ഞത്, ചുറ്റുമുള്ള ഇതാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് തീരപ്രദേശമാണ്. സമുദ്രത്തോട് ചേർന്ന് നിരപ്പായ ഭൂപ്രദേശമാണ് തീരപ്രദേശം. നീളമേറിയ ഭൂപ്രദേശം, ഇന്ത്യയിലെ നീളമേറിയ ഭൂപ്രദേശങ്ങളുണ്ട്. നെക്സ്റ്റ് ദ്വീപുകൾ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം. ദെൻ ഇന്ത്യൻ ദ്വീപ സമൂഹങ്ങൾ, തെക്ക് അറബിക് ലക്ഷദ്വീപ്. നെക്സ്റ്റ് നമ്മൾ തീരപ്രദേശമാണ്. സമുദ്രത്തോട് ചേർന്ന് നിരപ്പായ ഭൂപ്രദേശങ്ങളാണ്, നീളമേറിയ ഭൂപ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നെക്സ്റ്റ് ദ്വീപുകളാണ്. സമുദ്രത്തിൽ ചുറ്റപ്പെട്ട നോക്കൂ, നദികൾ എന്താ നമ്മൾ എന്ത് ചെയ്തില്ലേ? നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഹിമാലയ നദികൾ. ഉപദ്വീപിലെ നദികള് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് എവിടെയാണ്? സിറാപുഞ്ചി ഇൻ മേഘാലയ ആണ്. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി ആണ്. വേനൽക്കാലം മാർച്ച് ടു മെയ് ആണ്. മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളും നോക്കാം. നെക്സ്റ്റ് നോക്കാനുള്ളത് നമുക്ക് കാലാവസ്ഥ നമ്മൾ നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എവിടെയാണ് ഇതിന്റെ ഇന്ത്യയുടെ സ്ഥാനങ്ങള്. അതേപോലെ നമുക്ക് നോക്കാനുള്ളതാണ് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഉത്തരരക്ഷാംശം 8°4 മുതൽ 37°6 വരെയും പൂർവ്വരേഖാംശം 68°7 മുതൽ 97°2.5 വരെയും ഉണ്ട്. 3.2 ദശലക്ഷം ആളുകളാണ്. ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. വലുപ്പത്തിൽ 7ാം സ്ഥാനം. ഓക്കെ, 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലുപ്പത്തിൽ 7ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. നെക്സ്റ്റ് ഹിമാലയ എടുത്ത് നോക്കുന്നു. ഹിമാലയം ഉത്തരപർവ്വത മേഖല നമ്മൾ പറഞ്ഞു. വടക്ക് പടിഞ്ഞാറ് കാശ്മീർ ടു വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ അതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. 2400 കിലോമീറ്റർ ആണ് ഡിഫറൻസ് ഉള്ളത്. ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി ജമ്മു കാശ്മീർ അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറം, ത്രിപുര. ഓക്കെ, ഇത്രയും സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഹിമാലയം ഊർന്നു നിൽക്കുന്ന ഭാഗം വർഷം മുഴുവൻ മഞ്ഞു മൂടി കിടക്കുന്നു. ഏറ്റവും എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വടക്ക് പടിഞ്ഞാറ് ജമ്മു കാശ്മീർ, അരുണാചൽ പ്രദേശ് വരെയുള്ള കാര്യങ്ങൾ ഗിഫ്റ്റ് നമ്മൾ മേടിച്ചോ. ഹീലേഖം ഉയർന്നത് വർഷം മുഴുവൻ മഞ്ഞുപൂ നെക്സ്റ്റ് എന്താ നമ്മൾ നോക്കുന്നത്? നെക്സ്റ്റ് ഇപ്പൊ ഇതുവരെ നമ്മൾ ഏതാ പറഞ്ഞിട്ടുള്ളത്? ഹിമാലയം നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി ഏറ്റവും കൂടുതൽ നിയമത്തിലെ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ ഏതൊക്കെയാന്ന് നമ്മൾ നോക്കി. തണുപ്പ് കുറവുണ്ടായിരിക്കും. സിംല, കുളുമണാലി, ഡാർജിലിംഗ്, ഉരുളങ്കിഴങ്ങ്, ബർലി, കുമുബ്, ആപ്പിൾ, ഓറഞ്ച്.
ഇത്തരം സ്ഥലങ്ങളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മള് കൃഷി ചെയ്തിട്ടുണ്ടാവുക. ഇനി ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗം, ഹിമാലയ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗം ഏതാണ്? ഒന്ന് പറഞ്ഞേ. കുന്നുകൾക്ക് ഉയരം കുറവാണ്, വൈവിധ്യമാർന്ന വിലകൃഷിയുണ്ട്, ജനസാന്ദ്രത കൂടിയ മേഖല, താഴ്ന്ന ഓക്കെ. ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നത് കുന്നുകൾക്ക് ഉയരം കുറവാണ്, അവിടെ വൈവിധ്യമാർന്ന ജനസാന്ദ്രത കൂടിയ മേഖലയാണ്, നദികൾ കൊണ്ടുവരുന്ന മണൽ ചെളിയുള്ള ഖനികൾ നിറഞ്ഞിട്ടാണ് താഴ്വാര മേഖല രൂപപ്പെട്ടിട്ടുള്ളത്. പ്രാധാന്യം 1 കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു, മധ്യേഷ്യയിലെ വീശുന്ന ശീതകാറ്റിനെ തടയുന്നു, മൺസൂൺ കാറ്റുകളെ ഉത്തരേന്ത്യയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രകൃതിദത്തമായ കോട്ട, പുരാതന കാലം മുതൽ പടിഞ്ഞാറ് ആക്രമണം തടയുന്ന നദികളുടെ ഉത്ഭവ പ്രദേശം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര. ഇനി ഉത്തര മഹാസമതലാണ് നോക്കേണ്ടത്. അടുത്ത് നോക്കേണ്ടത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് പാർട്സ് ഹിമാലയ നിലയിൽ കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് ഈ സമതലങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഉത്തര മഹാസമതലം. ഓക്കെ, ഉത്തര മഹാസമതലം. ഒരു മിനിറ്റ്, സ്ലൈഡ് ഒന്ന് ഓണാക്കട്ടെ. ഓക്കെ, ഒറ്റ മിനിറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉത്തര മഹാസമതലങ്ങളാണ്. ഉത്തര മഹാസമതലങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്? ജനസംഖ്യയുള്ള പ്രദേശം, അതിൽ എന്തൊക്കെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ. പടിഞ്ഞാറ് ഭാഗത്ത് മഴ കുറവാണ്. ഇന്ത്യയിലെ രാജസ്ഥാൻ വെള്ളം ഭൂമിയായിട്ടുള്ളത്, അഥവാ വെള്ളം കുറവുള്ള സ്ഥലം മരുസ്ഥലം എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറ് ഭാഗം മരുസ്ഥലം എന്നറിയപ്പെടുന്നു. ജനവാസം അവിടെ കുറവായിരിക്കും. ജോവർ, ബജ്ര അതാണ് കൂടുതലായിട്ട് ക്യാമ്പ് ചെയ്യുക. നെക്സ്റ്റ് ഥാർ മരുഭൂമിയാണ്. ഥാർ മരുഭൂമിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? മുൾച്ചെടികള്, കുറ്റിക്കാടുകൾ, ഹിമാലയം, മണൽപ്പരപ്പ്, അതേപോലെ മണൽക്കുന്നുകള്. കേരളത്തിൽ 1-2 ദിവസത്തെ മഴയാണ് ഒരു വർഷം ലഭിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഒരു വർഷം പോലും മിസ്സായിട്ടില്ല. അതേപോലെ തന്നെ ഹിമാലയം ഹിമാലയം മണല് പരൽപ്പുകള്, അതേപോലെ തന്നെ മണൽ കൂനകള്, ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് കേരളത്തിൽ 1-2 ദിവസത്തെ മഴയാണ് ഒരു വർഷം ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യൻ ഉപദ്വീപാണ്. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് നമ്മൾ ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗം ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപാണ്. ഇനി പാമീർ പീഠഭൂമി മധ്യേഷ്യയിലാണ്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ഹിന്ദുക്കുഷ്, സുലൈമാൻ, തിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം തുടർച്ച് ടിബിലെ കൈലാസ പർവ്വത വിരികളാണ് പ്രധാനപ്പെട്ടായിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഉത്തരപർവ്വത മേഖലയുടെ ഒരു ചെറിയൊരു ടേബിൾ ആണ്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ടേബിൾ പോലെയാണ് നോക്കേണ്ടത്. ഉത്തരപർവ്വത മേഖല എന്തൊക്കെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കാട്ടോ. 6000 മീറ്റർ. അതേപോലെ കാരക്കോറം, ലഡാക്ക്, ബസ്കർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ഡാർജിലിംഗിലാണ്. മൗണ്ട് K2, ഗോഡ്വിൻ ആസ്റ്റിൻ, WH61. ഓക്കെ, നെക്സ്റ്റ് ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ദെൻ നെക്സ്റ്റ് കിഴക്കൻ മലനിരകള് ഏതൊക്കെയാണ്? കിഴക്കൻ മലനിരകള് നാഗ കുന്നുകള്, ഗാരോ, ഗാസ, ജയന്തി കുന്നുകള്, മിസോ കുന്നുകള്. ഓക്കെ, മിസോ കുന്നുകള്. ഇത്രയും കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ 2400 കിലോമീറ്റർ നീളം. അതേപോലെ തന്നെ കിഴക്ക് പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഉയരം കുറയുന്നു. കശ്മീരിൽ 400 കിലോമീറ്റർ, അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്റർ, ഹിമാലയം ടോട്ടൽ 5 lakh ചതുരശ്ര കിലോമീറ്റർ. നെക്സ്റ്റ് കാശ്മീർ 400 കിലോമീറ്റർ ഡിഫറൻസ് നമ്മൾ നോക്കി. അരുണാചൽ പ്രദേശ് 150 കിലോമീറ്റർ ഉള്ളൂ. ഹിമാലയം ടോട്ടൽ 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വീതി എന്നാ പറയുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് എന്താ ഇവിടെ നോക്കാനുള്ളത്?
ശ്രദ്ധിക്കാം. നമ്മളെ ടേബിൾ വെച്ച് നോക്കിയിട്ടുള്ളത് ഹിമാദ്രി അല്ലെ. ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ നിരയാണ്, 6000 മീറ്റർ ആണ്. ഗംഗയും ഇടെ ഉത്ഭവ സ്ഥാനം അവിടെയാണ്. 8000 മീറ്റർ മുകൾ ഉയരമുള്ള കൊടുമുടികളാണ് കാഞ്ചൻജംഗ, നന്ദാദേവി. ഓക്കെ, കാഞ്ചൻജംഗ, നന്ദാദേവി. എല്ലാവരും സ്ലൈഡ് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹിമാചൽ ആണ്. ഹിമാചൽ ഹിമാദ്രിയുടെ തെക്ക് ഭാഗമാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങള്. സിവാലിക് എന്ന് പറയുന്നത് ഹിമാചലിന്റെ തെക്ക് ഭാഗത്താണ്, 1220 മീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാനുള്ളത്? സിവാലിക് ആണ്. ഹിമാചലിനും യുദ്ധം ടിബാനൻ നെക്സ്റ്റ് നമ്മൾ ഹിമാചൽ പറഞ്ഞത് കേന്ദ്ര ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തെയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ പറയുന്നത് നോക്കിക്കേ, നിങ്ങൾ നോക്കിയിട്ട് പറയേ ഏതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഉത്തരപർവ്വത മേഖല നോക്കി, ഹിമാചലും സിവാലിക്കും നോക്കിയില്ലേ. ഇനി ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി. തീരപ്രദേശങ്ങള്, ദ്വീപുകള്, അതേപോലെ ഉത്തരമാനം തമ്മിൽ ഒരു കാര്യം കൂടി നോക്കാണ്ട്. തീരപ്രദേശങ്ങളാണ്, സമുദ്രത്തോട് ചേർന്നിട്ടുള്ള നിരപ്പായ പ്രദേശങ്ങളാണ് ദ്വീപുകള്. അതേപോലെ തന്നെ നീളമേറിയ ഭൂപ്രദേശം ഇന്ത്യയാണ് കേട്ടോ. ഇനി ദ്വീപുകൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ്. ദ്വീപ സമൂഹങ്ങളുണ്ട്. തെക്ക് ലക്ഷദ്വീപും കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, ആൻഡമാനും ഒക്കെ ആയിട്ടാണ്. ഇനി ഹിമാലയ നദികളും ഉപദ്വീപീയ നദികളുണ്ട്. ഹിമാലയ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. കാലാവസ്ഥ നോക്കേണ്ടത് മഴക്കാലാണ്, ജൂൺ ടു സെപ്റ്റംബർ ആണ്. അതുപോലെ ഒക്ടോബർ ടു നവംബർ. ഇതിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത് ചിറാപുഞ്ചി ഇൻ മേഘാലയയാണ്. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി. വേനൽക്കാലം മാർച്ച് ടു മെയ്. ചിറാപുഞ്ചി ഇൻ മേഘാലയ. ശൈത്യകാലം ഡിസംബർ ടു ഫെബ്രുവരി ആണ്. വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹിമാലയം അല്ലെ. ഉത്തരപർവ്വതങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കി. അതിന് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഹിമാലയ നദികളെ ഏറ്റവും തെക്ക് ഭാഗം എന്തൊക്കെയാന്ന് നോക്കണം. എന്തൊക്കെയാണ്? കുന്നുകൾക്ക് ഉയരം കുറവാണ്. അതുപോലെ വൈവിധ്യമാർന്ന വിളകൃഷികളുണ്ട്. ജനസാന്ദ്രത കൂടിയ മേഖലയാണ്. നയങ്ങൾ കൊണ്ടുവരുന്നത് മണല്, പാളി, ഉരുളൻകല്ലുകൾ നിറഞ്ഞ താഴ്വര മേഖല. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെ നമ്മൾ പ്രാധാന്യം എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? മൺസൂൺ കാറ്റുകളെ തടയുന്നത് ഉത്തരേന്ത്യയിൽ മഴ പെയ്യിപ്പിക്കുന്നു. മൺസൂൺ കാറ്റുകളെ തടയുന്നത് ഏതാണ്? നമ്മുടെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് ഹിമാലയൻ നിരകള്. അതേപോലെ തന്നെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. മധ്യേഷ്യയിലെ വീശുന്ന ശീതക്കാറ്റിനെ തടയുന്നുണ്ട്. വൈവിധ്യമാർന്ന സസ്യജന്തുക്കൾ ഉടലെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശീതക്കാറ്റിനെ തടയുന്നു. നെക്സ്റ്റ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞ് ഉത്തരേന്ത്യയിൽ മഴ പെയ്യിക്കുന്നു. പ്രകൃതിദത്തമായ കോട്ട നിർമ്മിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽ വടക്ക് പടിഞ്ഞാറ് ആക്രമണങ്ങൾ തടയുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ റിവൈസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാ. ഒന്ന് കേൾക്കുക. ഏതൊക്കെയാണ് നമ്മള് ബേസിക് ഫാക്ട്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ബേസിക് ഫാക്ട്സും കാര്യങ്ങളും കുറച്ച് പറഞ്ഞു. അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കുക, എത്രത്തോളം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ബേസിക് ഫാക്ട്സ് പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ഇന്ത്യയുടെ വിസ്തീർണം, അതിർത്തി, നീളം, അയൽ രാജ്യങ്ങള്, അതേപോലെ ബോർഡർ ലൈൻസ്, റാഡ്ക്ലിഫ് ലൈന്, ഡൂറന്റ് രേഖ, മക്മോഹൻ രേഖ, ഇൻഡോ ടിബറ്റൻ ബോർഡ് പോലീസ്, അതേപോലെ തന്നെ BSF, ഇത്രയും കാര്യങ്ങൾ നോക്കി. നേപ്പാള്, ഭൂട്ടാന്, മ്യാൻമർ, ബംഗ്ലാദേശ്, മാലദ്വീപുകളുടെ പ്രത്യേകത, അയൽ രാജ്യങ്ങളായിട്ടുള്ള പ്രത്യേകതകൾ നോക്കി. മിനിക്കോയ്, ശ്രീലങ്ക, അവ നോക്കി. നെക്സ്റ്റ് ഭൂമിശാസ്ത്ര സവിശേഷതകൾ നോക്കി ഇന്ത്യയുടെ. അതിൽ നമ്മളെ ഉത്തരപർവ്വത മേഖല, ദക്ഷിണ
ഉത്തരപർവ്വത മേഖല, തീരപ്രദേശം, സമതലങ്ങള്, പീഠഭൂമി, മരുഭൂമി, കാലാവസ്ഥ, നദികൾ, ദ്വീപുകൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിമാലയം, ഉത്തരപർവ്വത മേഖലയിലുണ്ട്. ലക്ഷ്യങ്ങൾ വടക്ക് പടിഞ്ഞാറ് മൺസൂൺ, ജമ്മു കാശ്മീർ ടു വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലുള്ളതാണ് ഹിമാലയം. ഇപ്പൊ എല്ലാ പോയിന്റ്സും അത്യാവശ്യം എല്ലാ പോയിന്റ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. ബേസിക് ഫാക്ട്സ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത്യാവശ്യം കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എഴുതുക കേട്ടോ. റിവിഷൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തലയിൽ കയറ്റുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങൾ നോക്കുക. ക്വിക്ക് റിവിഷൻ വേണം. അതേപോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വായിക്കണം. എങ്കിൽ മാത്രമേ പോയിന്റ്സ് ഒക്കെ തലയിൽ നിൽക്കുള്ളൂ. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. ഓരോ പോയിന്റ് മാറിപ്പോകരുത്. ആ അതിർത്തി എന്ന് പറയുമ്പോൾ കര അതിർത്തിയും അതോടൊപ്പം തന്നെ ചെറിയൊരു എന്താ പറയുക, സിവാലിക് എന്നുള്ള ഒരു ചെറിയ ഏരിയ ഉണ്ട്. ഹിമാലയത്തിന് തെക്ക് ഭാഗത്താണ്. 1220 മീറ്റർ ആണുള്ളത്. ഹിമാലയൻ നദികൾ ഇവയെ മുറിച്ചിട്ട് 2 ഭാഗങ്ങളാക്കുന്നുണ്ട്. രണ്ടായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകളാണ് ഡ്യൂണുകൾ. ഡ്യൂണുകൾ എക്സാമ്പിൾ ഡെറാഡൂൺ. ഡ്യൂണുകൾ എന്താണ്? നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളെയാണ് നമ്മൾ ഡ്യൂണുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡെറാഡൂൺ ആണ്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഡെറാഡൂൺ ആണ്. ഓക്കെ. ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ്. 1220 മീറ്റർ ആണ്. ഹിമാലയൻ നദികൾ ഇവയെ മുറിച്ച് 2ആയി ഒഴുകുന്നുണ്ട്. ഇനി ഏതാണ് പ്രത്യേകത? നീളമേറിയതും വിസ്തൃതമായ താഴ്വാരകളാണ് ഡ്യൂണുകൾ. അതിനെ ഡെറാ ഡ്യൂൺസ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക. റിവൈസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? അത്യാവശ്യം ബേസിക് ഫാക്ട്സിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് എഴുതി അതിനനുസരിച്ചിട്ട് എഴുതുക. ഓക്കെ. നന്നായി റിവിഷൻ ചെയ്യുക, വായിക്കുക. ഓക്കെ. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. തന്ന പോയിന്റ്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.